പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഉന്നതമായ കൃപകളെ ഓർത്ത്, അങ്ങ് നൽകുന്ന വലിയ വിളിയെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. തിരിച്ചുവരവിന്റെ ആനന്ദവും സന്തോഷവും നൽകാൻ വേണ്ടി കർത്താവെ, അങ്ങ് ഞങ്ങളെ ഈ ദിവസങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുമ്പോൾ അങ്ങയുടെ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് പറയുന്ന പോലെ തിരിച്ചു വരാനും അങ്ങയെ സ്വന്തമാക്കാനും അങ്ങയുടെ ആ വലിയ സത്യം അറിഞ്ഞ് തിരിച്ചു വരാനും അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായ വിധത്തില് പ്രാർത്ഥിക്കുന്നു. സ്വയെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ വീണ്ടും വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസത്തിനും ആവശ്യമായ സഹായവും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലും അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഈ പരീക്ഷാ ദിവസങ്ങളിൽ ഞങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടട്ടെ, പ്രാർത്ഥനയില് സ്ഥിരപ്പെടട്ടെ, അങ്ങയുടെ വലിയ ശക്തി അനുഭവിക്കാൻ ഇടയാകട്ടെ. ഈ പരീക്ഷ കഴിഞ്ഞാലും അങ്ങയെ വിട്ടുപോകാൻ ഇടയാകാത്ത വിധത്തിലുള്ള ഒരു ഉറപ്പ് ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയിൽ അങ്ങ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരീക്ഷാ സമയം അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കി ഞങ്ങളുടെ മക്കളെ അങ്ങയിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അയോഗ്യദാസനായ എന്നെയും കർത്താവ് ഈ ദിവസങ്ങളിലെ എല്ലാ കൺവെൻഷനുകളെയും പ്രത്യേകിച്ചും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രത്യേകമാവെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട്, ചില സത്യങ്ങൾ നമുക്ക് അറിവ് നൽകിക്കൊണ്ട് ദൈവത്തെങ്കിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം ജെറമ്യാ പ്രവാചന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനമാണ്. അവിടുത്തെ സ്നേഹം അനന്തമാണ്, അവിടുത്തെ വിശ്വസ്തത അചഞ്ചലമാണ്. ഇത് നമ്മുടെ മക്കള് അറിയണം. തിരിച്ചു വരാനുള്ള വലിയ ഒരു അടിസ്ഥാനമാണ് ഈ സത്യത്തിന്റെ തിരിച്ചറിവ്. ഈ സത്യം ശരിക്കും അറിഞ്ഞാൽ നമ്മുടെ മക്കള് തിരിച്ചു വരും. ധൂർത്തപുത്രൻ എന്തുകൊണ്ടാ തിരിച്ചു വരാൻ തീരുമാനിച്ച? അവന് സുബോധമൊക്കെ ഉണ്ടായി. നമ്മുടെ മക്കൾക്കും പലതും ഓർത്ത് സുബോധമൊക്കെ വരുന്നുണ്ട്. ശരിയല്ല, തെറ്റാണ്. എന്നാൽ അപ്പന്റെ സ്നേഹം, ആ ഒരു സത്യം അവൻ അറിഞ്ഞു. അതവൻ അറിയാം. അതാണ് എന്റെ പിതാവിന്റെ സ്നേഹം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുന്നു. ഞാനോ ഇവിടെ അപ്പന്റെ സ്വന്തം മകൻ പട്ടിണി കിടന്ന് നരകിക്കണം. സുബോധം അവനെ മാനസാന്തരത്തിലേക്കും തിരിച്ചുവരവിലേക്കും നയിക്കാനുള്ള കാരണം ഈ സത്യം, അപ്പന്റെ സ്നേഹത്തിന്റെ സത്യം അവൻ അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയാ, കർത്താവിന്റെ സ്നേഹം അനന്തമാണ്, അത് അചഞ്ചലമാണ്. ആ സ്നേഹത്തിന്റെ ആഴം അതല്ലേ വിലാപം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം, കൈവിടാത്ത സ്നേഹം, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം. ആ സ്നേഹത്തെ അറിയണം. അത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. അതറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആരും അകന്നു പോകത്തില്ല. നമ്മൾ ഇന്ന് ഈ സത്യം നമ്മുടെ മക്കള് അറിയാനും അനുഭവിക്കാനും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്നേഹം അനന്തമാണ്, അനന്തം, അചഞ്ചലം. എത്ര വെറുപ്പിച്ചാലും, എത്ര പാപം ചെയ്താലും, എത്ര തള്ളി പറഞ്ഞാലും സ്നേഹിത എന്ന് വിളിക്കുന്ന ആ സ്നേഹം അചഞ്ചലമാണ്. പത്രോസിനെ കൈവിടാതെ ചേർത്ത് പിടിച്ച സ്നേഹം, ആരെയും ഉപേക്ഷിക്കാതെ കുറിച്ച് തറച്ചവരോട് പോലും ക്ഷമിച്ച സ്നേഹം, അചഞ്ചലമായ സ്നേഹം, അചഞ്ചലം. ഈ സ്നേഹം മാത്രമേ വിശ്വസിക്കാൻ കൊള്ളത്തുള്ളൂ. ബാക്കി എല്ലാ സ്നേഹങ്ങളും നമുക്കറിയാലോ, മാറിപ്പോകും, എല്ലാം മാറിപ്പോകും. ഭാര്യയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോകും. അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോയേക്കാം. കൂട്ടുകാരുടെ സ്നേഹം പറയണ്ട, കുറച്ച് ചെയ്യുമ്പോ അതെല്ലാം വേറെ വഴിക്ക്, വേറെ ലെവലായിട്ടും പല പല സ്വാർത്ഥതയ്ക്കും ജനികാസക്തികൾക്ക് വേണ്ടി കീഴ്പ്പെടുമ്പോ മക്കളെ, കർത്താവിന്റെ സ്നേഹം അനന്തമാണ്.
അത് നമ്മെ പ്രതി നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അല്ലാണ്ട് കർത്താവിനെ പ്രതിയല്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. നമ്മെ പ്രതി നമ്മെ രക്ഷപ്പെടണം, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം, നമ്മൾ അനുഗ്രഹിക്കും. ബാക്കി എല്ലാവരും അവർക്ക് വേണ്ടി നമ്മളെ ഉപയോഗിച്ച് സ്നേഹിക്കും. അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹം അസ്തമിച്ചു പോകും, അവസാനിച്ചു വേണമെങ്കിൽ. എന്നാൽ കർത്താവിന്റെ സ്നേഹം അനന്തമാണ്, അചഞ്ചലമാണ്. ഈ സത്യം അറിയട്ടെ. ഈ സത്യം അറിഞ്ഞാൽ നമ്മുടെ മക്കൾ തിരിച്ചു വരും. വലിയ അഭിഷേകത്തിന്റെ, വലിയ ശക്തിയുടെ, വലിയ വചനാഭിഷേകത്തിന്റെ, വലിയ കരുണയുടെ ദിനങ്ങളായിട്ട് മാറുവാൻ ഈ നോമ്പുകാലത്ത് ഇടയാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രാർത്ഥനയോടെ ദിവ്യകാല സന്നിധിയിൽ അസ്തമിക്കാത്ത അചഞ്ചലമായ അനന്തമായ കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്കും മാറ്റമില്ലാത്ത അചഞ്ചലമായ കരുണയിലേക്കും അങ്ങ് ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ ആ സത്യം അറിഞ്ഞ് അങ്ങിലേക്ക് തിരിച്ചു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമായി ആ സ്നേഹത്തെ പ്രകടമാക്കിക്കൊണ്ട്, ആ സ്നേഹത്തെ പ്രഘോഷിച്ചുകൊണ്ട്, ആ സ്നേഹത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് കൂടെ വസിക്കുന്ന കർത്താവെ, ആ സ്നേഹത്തിലായിരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ആ സ്നേഹമാകുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേലേക്ക് തിരിച്ചു വരാനുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങളുടെ എല്ലാ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായ വിധത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനന്തമായ സ്നേഹം, അചഞ്ചലമായ സ്നേഹം, സ്നേഹത്തിന് വേണ്ടി ഓടിപ്പായുമ്പോ യഥാർത്ഥമായി സ്നേഹം കാണാതെ പോയല്ലോ കർത്താവെ. ഞങ്ങൾ പലപ്പോഴും നൈമിഷികമായ സ്നേഹസുഖത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി, സ്നേഹത്തെ എന്തെന്ന് പോലും അറിയാതെ പലതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, ജടികാസക്തിക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യത്തിനു വേണ്ടി. നല്ല കർത്താവ്, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, അങ്ങേക്ക് വേണ്ടിയല്ല ഞങ്ങളെ സ്നേഹിച്ച. ഞങ്ങൾക്ക് അങ്ങയെ കൂടിയേ തീരൂ. അതുകൊണ്ട് അങ്ങയെ തന്നെ തന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സ്നേഹിച്ചു. ഈ ലോകത്തിന്റെ സ്നേഹം അതൊന്നുമല്ല കർത്താവെ. ആ സ്നേഹം അറിയാൻ, ആ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചുകൊണ്ട് ദൂർത്തപുത്രനെ പോലെ തിരിച്ചു വരാൻ, തിരിച്ചു വരവിന്റെ വലിയ അഭിഷേകം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈശോയെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈ മക്കൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിരന്തരമായിട്ട് മക്കളെ തിരിച്ചു വരവേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. എഴുതിപ്പോയ മക്കള്, പലതിനും അടിമപ്പെട്ടു പോയ മക്കള്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്, മൊബൈലിന് അടിമപ്പെട്ട്, തെറ്റായ സ്നേഹബന്ധത്തിന് അടിമപ്പെട്ട് അങ്ങേ വിട്ടകന്നു പോയ മക്കള്, കർത്താവെ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഈ സത്യം, അങ്ങയുടെ സ്നേഹത്തിന്റെ വലിയ സത്യം, സ്തമിക്കാത്ത അചഞ്ചലമായ സ്നേഹത്തിന്റെ സത്യം ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ, ബോധത്തിലേക്ക് നയിക്കട്ടെ. ആ ചെളിക്കൂട്ടിൽ നിന്ന്, പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ. അങ്ങനെയൊക്കെ തിരിച്ചു വരുവാൻ ഞങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചിന്തി ഞങ്ങളെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ കർത്താവേ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹം, അങ്ങയുടെ കരുണ, കൂടെ വസിക്കുന്ന സ്നേഹത്തിന്റെ പാരമ്യം അനുഭവിക്കാൻ, അനന്തതയിലേക്ക്, ആ ചഞ്ചല സ്നേഹത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ചു വരവിന് ആനന്ദം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.